ഹലോ. ഇന്ന് ഒരുപാട് തിരക്കുള്ള ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഒന്നാമത്തെ കാര്യം കുറേ ക്ലീനിങ്, ഓണൊക്കെ ആയിട്ട് കുറേ ക്ലീനിങ് അത് ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് എൻ്റെ മമ്മിയും ഡാഡിയും ഓണക്കോടി ആയിട്ട് വരും. പിന്നെ ഞങ്ങളുടെ കസിൻ ഉണ്ട്, പൊന്നു എന്ന് പറഞ്ഞൊരു കസിൻ ഉണ്ട് കേട്ടോ. അവളുടെ കല്യാണമായിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോണ ദിവസമാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് പോണത്. അപ്പം എല്ലാം കൂടെ ആയിട്ട് എന്താ പറയുക, പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഓണക്കോടി എടുക്കാൻ പോണ ദിവസമാണെന്ന്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, എന്നാൽ സന്തോഷമാണ്. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടെന്ന്. രാവിലെ തന്നെ ഞാനും എല്ലാവരും കൂടെ പൂക്കളൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടാ. എന്നാലും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ഇനി ആഫ്റ്റർനൂൺ ആയിരിക്കും ബാക്കി പണികളൊക്കെ ചെയ്യാം. കാരണം ഇപ്പം അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനിയത്തിമാരൊക്കെ ഇവിടെ ഉണ്ട്. അവരുള്ള സന്തോഷം. ഇന്ന് അവർ പോവട്ടെ, പക്ഷെ മമ്മിയൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ പോവും. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമൊക്കെ ഉണ്ട്. കാരണം അവരുള്ളപ്പോൾ ഉള്ളൊരു എന്താ പറയുക, എനിക്ക് ഭയങ്കര കൂട്ടായിരുന്നു. അങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. നല്ല രസമായിരുന്നു. അങ്ങനെ ഡാഡിയും മമ്മിയൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ്. പിള്ളേരുള്ളതുകൊണ്ടും പിന്നെ മമ്മിയും ഡാഡിയൊക്കെ വരണോണ്ടും ഇന്ന് അമ്മയുടെ വക ബിരിയാണി ആയിരുന്നു കേട്ടോ സ്പെഷ്യൽ. അങ്ങനെ കുറേ നേരം കാത്തിരുന്ന് എൻ്റെ പൊന്നേ ഇവിടെ എത്തി. കൈ നിറച്ചും കിറ്റും കവറൊക്കെ ഉണ്ട്. എന്തോ ബേക്കറി പലഹാരവും പിന്നെ എല്ലാവർക്കും ഉള്ള ഓണക്കോടിയൊക്കെയാണ് എൻ്റെ കയ്യിൽ. മമ്മി വന്നപ്പോൾ തന്നെ ഇത് ആൻഡ്രിയയും അച്ചുവും പോയിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. മമ്മീനെ ഡാഡിന് ഇവർക്ക് ഭയങ്കര കാര്യമാണ്. പിന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മമ്മി നോക്കല്ലേ, മമ്മി എടുത്ത് വെക്കടി എന്നൊക്കെയാണ് പറയണേ. പിന്നെ ഓണക്കോടി കാണലൊക്കെ ആയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് കൊടുത്ത സാരിയാണേ. അങ്ങനെ ഒരുപാട് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവരെ തിരിച്ച് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോയി കഴിഞ്ഞ് ഞാനുണ്ടല്ലോ, കുറച്ച് നേരത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവർ പോയപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞത് ഈ പൊന്നുവിൻ്റെ ചെറുക്കൻ്റെ വീട് കാണാൻ പോണ തിരക്കാണ് കേട്ടോ എല്ലാവർക്കും. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം കൂടെ നടക്കാൻ പോവാണ്. ആ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ.